ജിയാൻലൂക്ക പ്രസ്റ്റിയാനി. അതെ, ബെൻഫിക്കയുടെ പുതിയ സുൽത്താൻ. ബെൻഫിക്കയുടെ തട്ടകത്തിൽ റയൽ മാഡ്രിഡ് അടിയറവ് പറഞ്ഞപ്പോൾ ലോകം മുഴുവൻ ഉറ്റുനോക്കിയത് 19കാരനായ ജിയാൻലൂക്കി പ്രസ്റ്റിയാനോ എന്ന വണ്ടർ കിഡിനെയാണ്. റയലിന്റെ ലോകോത്തര പ്രതിരോധ നിരയെ തന്റെ മിന്നൽ വേഗതയും അസാമാന്യ ട്രിബിളിംഗ് മികവും കൊണ്ട് മാത്രം വിറപ്പിച്ചു കളഞ്ഞു. ഈ 19കാരനെ ഫുട്ബോൾ ലോകം വാനോളം പുകയത്തുന്ന ചില കാരണങ്ങളുണ്ട്. പന്തുമായി ബോക്സിലേക്ക് ഇരച്ചു കയറുന്ന പ്രസ്റ്റിയാനിയെ തടയാൻ വാൽവർദ്ധക്കും സംഘത്തിനും നന്നേ പാടുപെടേണ്ടി വന്നു. മത്സരത്തിൽ പലതവണയാണ് താരം റയൽ മാഡ്രിഡ് ഡിഫൻഡറെ വെട്ടിച്ച് കടന്നുപോയത്. മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ ക്രിസ്ത്യാനിയുടെ ഒരു മനോഹരമായ കേളിംഗ് ഷോട്ട് ക്രോസ് ബാറിൽ തട്ടിത്തെറിച്ചത് റയലിന്റെ ഭാഗ്യം കൊണ്ട് മാത്രമായിരുന്നു. കോർട്ടുവ പോലും അന്ന് അമ്പരന്ന നിമിഷം. സാർസ്ഫീൽഡിൽ നിന്ന് ബെൻഫിക്കയിലെത്തിയ ഈ താരം ഇതിനോടകം തന്നെ നെക്സ്റ്റ് ബിഗ് തിങ് എന്ന വിളിപ്പേര് ചിലർക്കെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞു. അർജന്റീനയുടെ സീനിയർ ടീമിലേക്കുള്ള വെളിപ്പാടകലെയാണ് താനെന്ന് ഓരോ മത്സരവും താരം തെളിയിക്കുകയാണ്. ജോസെ മൗറിനിയുടെ തന്ത്രങ്ങളിൽ പ്രധാനിയായി മാറിയ പ്രസ്റ്റിയാനി ഇന്ന് ബെൻഫിക്കയുടെ അറ്റാക്കിങ്ങിലെ നട്ടെല്ലാണ്. റൈറ്റ് ഫൂട്ടർ വിങ്ങറാണെങ്കിൽ പോലും റൈറ്റ് ഫ്ലാങ്കിൽ കളിച്ച് തൻ്റെ ടെക്നിക്കൽ എബിലിറ്റി കൊണ്ട് കട്ട് ഇൻസൈഡ് ചെയ്ത് കളിക്കാൻ ഇഷ്ടപ്പെടുന്ന താരമാണ് പ്രസ്റ്റിയാനി. നല്ല രീതിയിൽ പ്രസ്സും ഡിഫൻസീവ് വർക്കും എടുക്കുന്ന ചെക്കനെ സ്കലോണി ഓൾറെഡി നോട്ടമിട്ടിട്ടുണ്ടെന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. വേൾഡ് കപ്പ് സ്ക്വാഡിൽ ഉൾപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കാം. ബെൻഫിക്ക വേഴ്സസ് റയൽ മത്സരത്തിന്റെ 88 മിനിറ്റോളം നിറഞ്ഞാടിയ ശേഷമാണ് താരം കളം വിട്ടത്. റയൽ മാഡ്രിഡിനെ ടോപ്പ് 8-ൽ നിന്നും പുറത്താക്കി പ്ലേ ഓഫിലേക്ക് തള്ളിക്കളഞ്ഞതിൽ ഈ 19കാരന്റെ പങ്ക് വളരെ വലുതാണ്. യൂറോപ്യൻ ഫുട്ബോളിലെ സൂപ്പർ വിങ്ങർമാരിൽ ജിയാൻലൂക്ക പ്രസ്റ്റിയാനി എന്ന പേര് കേൾക്കാൻ സാധ്യതയുണ്ട്. അതിനായി നമുക്ക് കാത്തിരിക്കാം.